പുറയിൽ കണ്ട ഖത്തറിലെ ദോഹയിലാണ് അമ്പരചുംബിയിലായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഇതിൻ്റെ വിഷ്വലൊക്കെ ഉണ്ടായിരുന്നത്. ഒരു രക്ഷയില്ല, ഫുള്ള് ലൈറ്റാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്ത് പോയിട്ട് നമ്മൾ ഇതിൻ്റെ വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഞാനേ ഖത്തർ വന്ന ശേഷം പോസ്റ്റ് ഇട്ടായിരുന്നു ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ മലയാളികൾ, എൻ്റെ മോനെ ഇത്രയും പേര് മെസ്സേജ് അയക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ മെസ്സേജ് വരുമെന്ന് പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 2 ദിവസം ഉള്ളൂ ഞാനിവിടെ. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു 100ൽ കൂടുതൽ മെസ്സേജ് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ആലോചിക്കുന്നത് ഇനി അടുത്ത തവണ വരാൻ നേരത്ത് പറഞ്ഞിട്ട് വരാം, ഇന്ന ദിവസം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് മീറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഇത്രയും മെസ്സേജൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലട്ടാ. അപ്പോൾ വീഡിയോ എന്തായാലും തുടർന്ന് കാണാം. നമുക്കിനി ഞാൻ ഇവിടെ വരും, കാരണം ഇത് ഫുള്ളായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഖത്തറിലെ ജസ്റ്റ് ദോഹയിലെ കുറച്ച് സിറ്റിയുടെ പ്രദേശങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് വേറെ ദിവസം നമുക്ക് വരാം. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് അടിച്ചു വിളിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പേൾ ഖത്തറും പിന്നെ ഖത്താറ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിലോട്ട് പോവാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അതിനുശേഷം ഞാൻ ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോകും. ജസ്റ്റ് 2 ദിവസത്തെ ഒരു വിസിറ്റിനും മാത്രം വേണ്ടി വന്നതാണ്. ജസ്റ്റ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ എക്സ്പ്ലോർ ചെയ്യാത്തത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മാക്സിമം നമ്മുടെ ആൾക്കാരൊക്കെ എല്ലാവരെയും മീറ്റ് ചെയ്യാം. ഇനി വരുമ്പോൾ പറഞ്ഞിട്ട് വരാം. ഞാൻ നിൽക്കുന്നത് ഇത് ദഫിന എന്ന് പറയുന്ന ഒരു പാർക്കാണ്. ഇവിടെ എല്ലാ പാർക്കും ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഭംഗിയിലാണ് പാർക്കൊക്കെ സെറ്റ് ചെയ്തേക്കണം. റോഡൊക്കെ എന്നാ ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞല്ലേ. ഖത്തർ ഞെട്ടിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അടിപൊളി. സിറ്റി കൂടിയൊക്കെ 8 വരി പാതയൊക്കെയാണ്. അത് മാത്രമല്ല, ഇവിടെ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നൊരു പരിപാടി, അത് ശരിക്കും ഇവിടെ കണ്ടു പഠിക്കണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത് ഒന്നും പറയാനില്ല. ഇവിടെയുള്ള മലയാളിയോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. സ്കൂളൊന്നും വേണ്ട. ഞാൻ വന്നിട്ട് ഇവിടെ ശരിക്കും ഞെട്ടിയേട്ടാ. ഞാൻ ദുബായൊക്കെയാണ് നമ്മൾ ആകെ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ദുബായിനേക്കാണ് ഒരുപാട് മുമ്പിലാണോ എന്ന് ഡൗട്ടുണ്ട്. കാരണം അതേപോലെയാണ് ഇവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കണം. ഈ പാർക്ക് തന്നെ നോക്കി എന്ത് ഭംഗിയാണ്, റോഡ് സൈഡും എന്ത് വൃത്തിയാണ്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അറബികളെക്കാളും കൂടുതലും മറ്റു രാജ്യക്കാരാണ്. അത് ആലോചിച്ചാൽ ഇന്ത്യക്കാർ തന്നെ ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെ നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഒപ്പം നമ്മുടെ ഷാജിക്കയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് പോവാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഇറങ്ങാണ്. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് കണ്ടോ? ഇതാണ് ഈ വെസ്റ്റ് ബേയിലെ ആദ്യത്തെ ബിൽഡിംഗ് അല്ലേ? ആദ്യത്തെ ബിൽഡിംഗ് ആണ് ഷെറാട്ടൺ ദോഹ എന്ന് പറഞ്ഞിട്ട്. ഷെറാട്ടൺ ദോഹ അതൊരു റിസോർട്ടും കൺവെൻഷൻ സെന്ററും. അതെ, 1982 ഉണ്ടാക്കിയാണ്. ഏകദേശം 40 കൊല്ലം പഴക്കം. 40 കൊല്ലം മുമ്പ്. അന്ന് ഈ കാണുന്ന ബിൽഡിങ്സ് ഇല്ലേ, അതൊന്നുമില്ല. ഒന്ന് ആലോചിച്ചേക്കല്ലേ. ഫസ്റ്റ് ബിൽഡിംഗ് ആണ്, ഫസ്റ്റ് ബിൽഡിംഗ് ഖത്തറിലല്ല, ഈ വെസ്റ്റ് ബേ അല്ലേ? വെസ്റ്റ് ബേ എന്നാണ് ഈ ഏരിയനെ പറയണേ കേട്ടോ, ഈ ബിൽഡിങ്സ് ഉള്ളത്. ഈ മരത്തില് എന്തോ ഒരു സംഭവം ഉണ്ടായി നിൽക്കുന്നുണ്ട്, പക്ഷെ ഇത് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിറച്ച് പ്രാവുകൾ വന്നിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. മധുരമുള്ള സാധനമാണോ? അത് ശരി. ഇത് പച്ച, ഇത് നമ്മുടെ നെല്ലിക്ക പോലെ ചെറിയ നെല്ലിക്ക അങ്ങനെ എന്തോ സാധനം. പറഞ്ഞ ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ. ഇത് കൊള്ളാലോ സാധനം. ഇത് കിടിലം കായാണല്ലോ. ഇതിന്റെ പേരെന്താ? പേരറിയാൻ പാടില്ല. ഈ പാർക്കിലുണ്ട്. ഇതാണ്ടാ ഇവിടെ ഈന്തപ്പഴം പൂവിട്ട് നിൽക്കുന്നു. നമ്മുടെ തെങ്ങിന്റെ മറ്റേ ഇതൊക്കെ വരില്ലേ, പൂക്കല, അതുപോലെ ഈന്തപ്പഴത്തിന്റെ പൂവാണ് ഈ കാണുന്നത്. അതിനെ ഉണ്ടായി ഇങ്ങനെ കിടക്കോട്ടെ കുറച്ചാളെ. എത്ര ആളാ അതിന്റെ സമയം? ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ പഴുത്തെങ്ങനെയാണ്. ചൂട് വരണം അല്ലേ? ഈ ഹ്യൂമിഡിറ്റി ഒക്കെ വന്നാലാണ് ഇത് പഴുക്കുള്ളൂ. അപ്പൊ ഒരു ജൂലൈയിലൊക്കെ പോവാം. അപ്പൊ നല്ല മരത്തിൽ നിന്ന് നിർത്തിക്കൊണ്ടു. ശരിക്കേ ഈ അമ്പരചുംബി കണ്ടിട്ട് രക്ഷയിലിട്ട് ഇത് നോക്കി, അടിപൊളിയല്ലേ. അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകല്ലേ? ഖത്താറ അല്ലേ? ഖത്താറ. നമ്മൾ മനസ്സിലാക്കി കണ്ടു പോണം. യെസ്, ലെറ്റ്സ് ഗോ. എൻ്റെ മോനെ, നമ്മൾ നേരത്തെ കണ്ട ബിൽഡിങ്സിൻ്റെ ഒക്കെ ഇടയിൽ കൂടി നമ്മൾ പോണേ കേട്ടോ. എൻ്റെ ഇത്ര ഹൈറ്റ് ഉണ്ടോ? ഇതൊക്കെ എല്ലാം ഓഫീസ് ബിൽഡിങ്സ് ആണല്ലേ? താമസം ഉണ്ടോ? മെറിഡിയല്ലേ? മെറിഡിയനാണ് ഈ കാണുന്നത്. ആ ശരി. സിറ്റി സെൻറ്റർ. ഇതാണ് സിറ്റി സെൻറ്റർ. പല ഓഫീസുകളും താമസവും ഒക്കെ ഉണ്ടാവും. ഈ ബിൽഡിംഗ് ഏതാണെന്ന് അറിയാമോ? ഇത് മിനിസ്ട്രി ഓഫ് മുനിസിപ്പാലിറ്റി. ഇവിടെ ഖത്തർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ കാണുന്നത് മാരിയറ്റാ. എൻ്റെ മോനെ, അങ്ങനെ ഇഷ്ടം പോലെ ബിൽഡിങ്സ് ഉണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കാണ്ട. ഇതാണ് സിറ്റി സെന്റർ ദോഹ. കണ്ട, ഇത് മാളാണ്. ഇതേ നേരെ മുമ്പിൽ കാണുന്ന ഒരു സംഭവം കണ്ട, ഒരു ആർച്ച് കാണുന്നുണ്ട.
ഇത് 5th ജൂൺ ആർച്ച് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഖത്തറിലൊരു പ്രധാന ഒരു ലാൻഡ്മാർക്കാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു പാലം അതിൻ്റെ അടിയിൽ കൂടി പോകുന്നുണ്ട്. പക്ഷേ പാലോട്ട് ബന്ധമൊന്നുമില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു മോണിമെൻ്റ് പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇത് വേൾഡ് കപ്പിന് മുമ്പേ ഉണ്ട് കേട്ടോ ഇവിടെ. ഖത്തറിലെ ഒരു പ്രധാന ഒരു ലൊക്കേഷനാണ്. നല്ല രസമുണ്ട്. ആ ബ്രിഡ്ജല്ല, ഒരു മോണിമെൻറ്റ്. താഴത്തു കൂടി ബ്രിഡ്ജ് പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ബ്രിഡ്ജിൻ്റെ ആ ഒരു പാലമാണെന്നാണ് വിചാരിക്കുള്ളത്. ഇതണ്ട 100 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡാണ്. ഇത് എത്ര ലൈനാണ്? 1, 2, 3, 4, 5, 6 12 വരിയാ. 12 വരി പിന്നെ പല വഴിയായിട്ട് തിരിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ കണ്ട കുറേ അങ്ങോട്ട് പോയി, 2 വരി ഇങ്ങോട്ട് പോയി. നമ്മളെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഗത്താര കൾച്ചറൽ വില്ലേജിലാണ്. ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല രസമുള്ള വീടുകളൊക്കെ ഫുള്ള് അറേഞ്ച് ചെയ്തേക്കണൊക്കെ എന്ത് രസമല്ലേ. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാ. ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയ തിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. അവിടെ VIP പാർക്കിംഗ് ആണ്. ഈ കാണുന്നത് പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ്. അതായത് അവർ വണ്ടി ഓടിച്ചു വരുമല്ലോ, അപ്പോൾ അവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. അത് റിസർവ് ചെയ്തിട്ടേക്കാം. പിന്നെ വികലാംഗരായിട്ടുള്ളവർക്കും സെപ്പറേറ്റ് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഗത്താര ബീച്ച്. ഇത് നോക്കി, നല്ല കിടില സ്ഥലമാണ്. ഇതേ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഇതുണ്ട്, ഇത് അടച്ചിട്ടേക്കാണ്. അതെന്താണെന്ന് അറിഞ്ഞൂടാ, ഇപ്പം ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഈ വീൽ ചെയറിൽ വരുന്നവർക്ക്, അതായത് ഡിസേബിൾ ഫ്രണ്ട്ലി ആണ്, അങ്ങനെയുള്ളവർക്കും ഇവിടെ ഇറങ്ങാൻ പറ്റൂട്ടാ. അതായത് ഇവിടെ ദൂരെ നോക്കുമ്പോൾ അപ്പുറ സൈഡ് കുറേ ബിൽഡിങ്സ് ഒക്കെ ആണ് കേട്ടാ. ഇവിടെ പച്ച കളറ് കടല, നല്ല രസമുണ്ട്. അത് മാത്രമല്ല കുറേ മരത്തിന്റെ ബോട്ടുകളൊക്കെ കിടക്കണ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ദൂരെ കടലാണ്. അവിടെ സർഫിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പാരാസെയിലിംഗ് ഒക്കെ കാണാൻ പറ്റും ദൂരെ. ഈ ബീച്ച് എന്താ ക്ലോസ് ചെയ്തിട്ടേക്കണെന്ന് അറിഞ്ഞൂടെ. ഇവിടെ റെഡ് കൊടിയൊക്കെ വെച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഒരു ഹോട്ടലാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് മറ്റേ അമ്പരചുംബികൾ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ബാറ്ററി വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പ്രായമാർക്കൊക്കെ ആണെങ്കിൽ സുഖമാണ്. ഈ വണ്ടി കയറി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാം. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഈ കാണുന്ന ടെൻറ്റ് സ്റ്റേ ആണ്. ആക്ച്വലി ടെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ടെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിന് നല്ല റേറ്റൊക്കെയാണ്. ഈ കാണുന്നതിന് 2000 റിയാൽ ഒരു ദിവസം, ഇതിന് 1000 റിയാൽ. നല്ല റേറ്റാണ്. 10-20,000 രൂപയൊക്കെ വരും. ചെറിയ ടെൻറ്റ് ഉണ്ടല്ലേ, 500 റിയാൽ ഇതിനൊക്കെ. നമ്മൾ ഈ ഭാഗത്തോട്ട് വന്നപ്പോൾ ഉണ്ടല്ല, ഇതാണ് ഇവിടുത്തെ കാഴ്ച. രക്ഷയിലിട്ട പച്ച കളറ് കടല്, അടിപൊളി. ഇതിന് നേരെ അപ്പുറത്ത് കാണുന്ന ഏതാണെന്നറിയാമോ? പേൾ ഖത്തർ എന്ന് പറയും. പേൾ ഖത്തർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഒരേ കളറൊക്കെ ഉണ്ട്, പല സ്ഥലത്ത് അടിച്ചു വെച്ചേക്കണം. പേൾ ഖത്തർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ദുബായിലെ പാം ജുമേറയൊക്കെ ഇല്ലേ, അതേപോലെ സെറ്റ് ചെയ്ത് എടുത്തേക്കണം. കടലിൽ മണ്ണൊക്കെ ഇട്ട് നികത്തി അത് സെറ്റ് ചെയ്തതാണ് പേൾ ഖത്തർ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു വലിയ വലിയ ലക്ഷറി വില്ലാസും ഫ്ലാറ്റൊക്കെ ആയിരിക്കും. അതാണ് ഈ കാണുന്നത്. കണ്ട വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണെന്നാണ് കേട്ടത്. അതുപോലെ ഇവിടെ ഈ കടലിൽ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട് മരത്തിൻ്റെ. അത് ശരിക്കും ഇവർ വെറുതെ വെച്ചേക്കുന്നതാണ്. അതായത് അത് ഉപയോഗിക്കുന്നതല്ല. അത് ഈ കൾച്ചർ സെൻ്ററിൻ്റെ ഭാഗമായിട്ട് അവർ പഴയ കാലത്തെ ബോട്ടുകൾ, പായ്ക്കപ്പലുകൾ അവിടെ സെറ്റ് ചെയ്തേക്കാണ്. പക്ഷെ നല്ല രസമുണ്ടല്ലോ. ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യമാണ്. കാരണം ആൾക്കാർ വന്ന് നോക്കുമ്പോൾ ആ ഒരു പഴയ ആംബിയൻസും പഴയ കാലത്ത് ഇതേപോലത്തെ കപ്പലുകൾ അതൊക്കെ കാണാമല്ലോ. ഈ പേൾ ഖത്തറേ മണ്ണിട്ട് നിരത്തിയതാണ്. അതായത് നമ്മുടെ ദുബായിലെ മറ്റേ പാം ജുമേറ ഒക്കെ ചെയ്തേക്കണ പോലെ അതേപോലെ മണ്ണിട്ട് നിരത്തി അതിൻ്റെ മുകളിൽ വലിയ വില്ലാസും അതുപോലെ ഫ്ലാറ്റൊക്കെ പടുന്നേക്കാണ്. അവിടെ നല്ല പൈസ ആയിരിക്കില്ലേ, ലക്ഷറി സെറ്റപ്പ്. ഇവിടെ ഒരു സൈനികൻ്റെ മുഖം ഉണ്ടാക്കി വെച്ചാൽ നോക്കി എനിക്ക് തോന്നുന്നത് പഴയ വേസ്റ്റ് വല്ലതും ഉപയോഗിച്ച് ഉണ്ടാക്കിയാണോ ഡൗട്ടുണ്ട്. ചീരച്ചട്ടിയും കറിച്ചട്ടിയൊക്കെ ഉണ്ട്. അത് തന്നെ കുറേ പാത്രങ്ങൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈനികൻ്റെ മുഖം. അതേപോലെ ഇവിടെ ഉണ്ട് കുറേ, കണ്ടോ, മാസ്ക് വെച്ച ആള്. ഈ സംഭവം ആംഫി തിയേറ്റർ ആണ്. ഇതേ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടാ. ഇത് ഹെവി സംഭവമാണല്ലോ. ഇത് നമ്മുടെ റോമിൽ മറ്റേ കൊളോസിയില്ലേ പണ്ടത്തെ, ഏകദേശം അതേപോലത്തെ ഒരു വലിയൊരു സാധനം. നോക്കി 12,000 പേർക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളേ. ശരിക്കും ഈ ഖത്തർ 1940 മുമ്പ് വരെയൊക്കെ ഒരു സാധാരണ ഒരു രാജ്യമായിരുന്നു. 1940-ലാണ് ഇവർക്ക് എണ്ണ കണ്ടുപിടിക്കുന്നത്, പിന്നെ അത് ഖനനം ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലോട്ട് നമ്മുടെ ഈ ഖത്തറൊക്കെ മാറിയത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ പെട്രോളിൻ്റെ ഉപയോഗം ഇനി ഭയങ്കരമായിട്ട് കുറയുമല്ലോ. അപ്പോൾ ഈ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് അത് ചിലപ്പോൾ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരത് മുന്നിൽ കണ്ടിട്ടാണ് ഇപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ നിയോൺ സിറ്റിയൊക്കെ പണിയുന്നില്ലേ, അതുപോലെ കുറേ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. ഭാവിയിൽ ചിലപ്പോൾ ഇനി എണ്ണ ഉപയോഗിക്കുന്ന കാറുകളൊന്നും ഉണ്ടാവില്ല, അപ്പോൾ പണി കിട്ടും. പക്ഷെ ഖത്തർ അങ്ങനെയല്ല. ഖത്തറിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ LPG കിട്ടുന്നത്, ഗ്യാസ്, നാച്ചുറൽ ഗ്യാസ്. അതൊരു 100 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള LPG ഗ്യാസ് ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഇനി പേടിക്കണ്ട. പെട്രോൾ നിന്ന് പോയാലും അല്ലെങ്കിൽ പെട്രോളിൻ്റെ ആവശ്യമില്ലെങ്കിലും ഇവർ LPG ഗ്യാസ് വെച്ചിട്ട് ഈ ഒരു കൺട്രി നിൽക്കും. അങ്ങനെ ഒരു ഗുണം ഖത്തറിനുണ്ട്. അത് ഖത്തറിന് അങ്ങനത്തെ വിഷയം പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭാവിയിൽ ഇലക്ട്രിക് കാറുകളൊക്കെ വരുമായിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇലക്ട്രിക് കാറൊന്നും അല്ല ഭാവി. ഇപ്പോൾ
ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വണ്ടികളൊക്കെ വരുന്നില്ലേ, എനിക്ക് തോന്നുന്നു അതും അതിൻ്റെ അപ്പുറമൊക്കെ ഇനി വരും. പക്ഷേ പെട്രോൾ വണ്ടികളൊക്കെ മാറാൻ സാധ്യതയുണ്ട് കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും. കാരണം നമ്മുടെ ഒരു ജനറേഷൻ്റെ ഒക്കെ കാലം കഴിയുമ്പോഴേക്കും പെട്രോൾ വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന ഇലക്ട്രിക്കും പിന്നെ ഹൈഡ്രജൻ വണ്ടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ വല്ലതും കണ്ടുപിടിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ പോകുമായിരിക്കും. ഇത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ ഗത്താര കൾച്ചറൽ വില്ലേജിൻ്റെ ഉള്ളിൽ ഒരുപാട് മോസ്കുകളുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ കാണുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആംഫി തിയേറ്ററിൻ്റെ പുറകുഭാഗമാണ് ഈ കാണുന്നത്. ഇറ്റലിയിലെ കൊളോസിയം ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ആംഫി തിയേറ്റർ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. എൻ്റെ മോനെ ഫുള്ള് ചെറിയ ടൈലുകൾ ഒട്ടിച്ചിട്ട് കളർഫുൾ ആക്കിയിരിക്കണം, അടിപൊളി. ഇതാണ് ഗത്താര മോസ്ക്. ബ്ലൂ മോസ്ക് ഓഫ് ഗത്താര എന്നറിയപ്പെടുന്ന ഈ ഒരു മോസ്ക് ഖത്തറിലെ ഏറ്റവും മനോഹരമായ മോസ്കുകൾ ഒന്നാണ് കേട്ടോ. പ്രശസ്തമായ ടർക്കിഷ് മോസ്ക് ഡിസൈനർ ആയിട്ടുള്ള സൈനവ് ഫാദിൽ ഒഗ്ലു എന്ന് പറയുന്ന ഒരു വനിതയാണ് ഈ മോസ്ക് ഡിസൈൻ ചെയ്തത്. തുർക്കിയിലെ ഇസ്താംബുളിലെ ഡോൾമ പാലസിൽ നിന്നുള്ള വിദഗ്ധരുടെ ഒരു സംഘമാണ് ഈ ഗത്താര മോസ്കിന്റെ അലങ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ ടർക്കോയ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ടർക്കിഷ് രത്നക്കല്ലാണ് ഈ ടർക്കോയ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല പർപ്പിളും മൊസൈക്കുകളും കൊണ്ടാണ് ഇത് അലങ്കരിച്ചിട്ടുള്ളത്. പള്ളിയുടെ മിനാരവും താഴേക്കടവും അതുപോലെ ഇന്റീരിയറും എക്സ്റ്റീരിയറും അടക്കമുള്ള വാസ്തുവിദ്യ രൂപകൽപ്പനകൾ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരുപാട് പ്രശസ്തമായ പള്ളികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുപോലെ അറബിക് കാലിഗ്രാഫി മുതൽ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വാക്യങ്ങളും പരമ്പരാഗത ഇസ്ലാമിക് ശൈലിയിലുള്ള രൂപങ്ങൾ ഉൾപ്പെടെയുള്ള മൊസൈക്ക് പാറ്റേണുകൾ നമുക്ക് ഈ പള്ളിയിൽ കാണാം. തുർക്കി, സിറിയ, തുർക്ക്മെനിസ്ഥാൻ അതുപോലെ വടക്കൻ പേർഷ്യ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള വാസ്തുവിദ്യ ശൈലികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഗത്താര മോസ്ക്. ഈ ഒരു മോസ്ക് ഖത്തറിലെ ഏറ്റവും മനോഹരമായ ഒരു മോസ്കാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്ദർശകരാണ് ഈ മോസ്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഈ മോസ്കിനോട് ചേർന്ന് തന്നെ മറ്റൊരു നിർമ്മിതിയും കൂടിയുണ്ട്. ഇതൊരു പ്രാവിൻ കൂടാണ്. അടിപൊളിയല്ലേ, പ്രാവിന് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ബിൽഡിങ്, നമുക്ക് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലാറ്റുകൾ പണിയുമെന്ന് കേട്ടിട്ടില്ലേ, അതേപോലെ പ്രാവുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വീട് ഉണ്ടാക്കി കൊടുത്തേക്കാണ്. ഓക്കെ, നിറച്ച് പ്രാവളാണ് അതിനകത്ത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ കാണുന്ന ബിൽഡിംഗ് കണ്ട, ഇതൊരു സിനിമ തിയേറ്ററാണ്, ഗത്താര സിനിമ. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, ഇത് ഗ്രില്ല് വെച്ചിട്ട് അവര് തുളച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. കണ്ട, അപ്പോൾ ഈ ഖത്താര സിനിമനെ പറ്റി പറയുന്നത് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അത് ഫുള്ള് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കുത്തി പൊളിച്ച ഡിസൈൻ ആക്കി ഡിസൈൻ ചെയ്താൽ പറയുന്നത്. അല്ലേ, ഇതൊക്കെ രസമല്ലേ. ഇവിടെ ഇപ്പൊ ഒരു ക്രൂസ് ഷിപ്പ് വന്നിട്ടുണ്ട്, നമ്മൾ ഇന്നലെ കണ്ടില്ലേ. അപ്പൊ അതിൽ നിന്നുള്ള ഓരോ ടൂറിസ്റ്റുകളും ഗ്രൂപ്പായിട്ട് വന്ന് ഈ മോസ്കും ഈ ഒരു കൾച്ചറൽ സെന്ററും അതുപോലെ ഖത്തറിന്റെ പല സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നത് ക്രൂസ് ഷിപ്പില്. നമ്മളെ വേറൊരു ഭാഗത്തെത്തി ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ നോക്കി നിങ്ങൾ ഇതുണ്ടോ, ശരിക്കും അത് യൂറോപ്പിൽ എത്തിയ പോലെ ഇല്ലേ, യൂറോപ്യൻ ആർക്കിടെക്ചർ ആണ് ഇവർ ഉപയോഗിച്ചേക്കണെന്ന് തോന്നുന്നു. അടിപൊളി, അതിന്റെ അപ്പുറത്തൊക്കെ കിടിലം ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. നോക്കിയതേ അവിടെ കണ്ട. ഇതിന്റെ ഉള്ളിലെ ശരിക്കും കുറെ കാഴ്ചകൾ കാണാൻ കേട്ടോ. എല്ലാം ഒന്നും ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല, അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശദമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വരാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഗോൾഡ് മോസ്ക് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. അതായത് സ്വർണം പൂശിയതാണെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ഇത് ഒറിജിനൽ സ്വർണം തന്നെ ആയിരിക്കുമോ? ഗോൾഡ് മോസ്ക് എന്നാണ് പറയുന്നത്. യഥാർത്ഥ സ്വർണം പൂശിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് താഴത്ത് കമന്റ് ചെയ്യണേ. നല്ലോണം തിളങ്ങണൊക്കെ ഉണ്ട്. ഗോൾഡിൻ്റെ വല്ല ഇതാണോ നോക്കി മനസ്സിലാവൂ. ഗ്ലാസ് ആണോ? അറിയത്തില്ല എന്താണ്. അപ്പൊ ഇതാണ് ആ ഒരു പള്ളി. ഗോൾഡ് അല്ല, ഒറിജിനൽ ഗോൾഡ് അല്ല, ഗോൾഡ് ടൈലിംഗ്. ഗോൾഡ് ടൈലിംഗ്. ഇതുണ്ട് ചെറിയ പീസുകൾ, ചെറിയ പീസിൽ ഒട്ടിച്ചുണ്ടാക്കിയാണ്. തിളങ്ങണ്ടത്. അപ്പോൾ ഗോൾഡ് മോസ്ക് എന്ന് പറയുന്നത് സ്വർണം പൂശിയതല്ല, ഗോൾഡിന്റെ ടൈലാണ്, ആ കളറിലുള്ള ടൈലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള സ്വർണ്ണമല്ല. അതെങ്ങനെ മനസ്സിലായി? ഇപ്പം നെറ്റിൽ നോക്കിയാൽ ശരി. പക്ഷെ നല്ല ദിവസം ഉണ്ടോ ഈ തിളങ്ങണ നോക്കി കിടന്ന്, അടിപൊളി. അത് ശരിക്കും മാൻമെയ്ഡ് കുന്നാണ്, അതായത് ഉണ്ടാക്കിയെടുത്തതാണ്. അതിന്റെ മുകളിലൊരു ബിൽഡിങ്ങും കാണാം. എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും വൈകുന്നേരം ഉണ്ട് വരേണ്ടത്, വൈകുന്നേരം രാത്രിയൊക്കെ ഇട്ട്. അപ്പോൾ ഇവിടെ ഫുള്ള് ആളായിരിക്കും. ഇനി നോമ്പാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ തിരക്കുറവായിരിക്കും. പക്ഷേ ഈ ഇത് കണ്ട, ഇത് ഫുള്ള് ലൈറ്റൊക്കെ ഇടും, അടിപൊളി. ഇത് അങ്ങോട്ട് ഫുള്ള് ലൈറ്റ് ഇടാൻ പറ്റുന്ന സെറ്റപ്പിൽ ചെയ്ത് വെച്ചേക്കണം. ഈ ബിൽഡിങ്സ് ഒക്കെ നോക്കി എൻ്റെ പൊന്നെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണുകളി പോട്ടോ. അത് ഖത്തറിന്ന് ഞാൻ വിചാരിച്ച പോലെ അല്ല. നോക്കി ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രി പോയ പോലത്തെ ഒരു അവസ്ഥയുണ്ട്. അതേപോലത്തെ ബിൽഡിങ്സും സംഭവങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തേക്കാൻ പറ്റും. ഇവിടെയൊക്കെ എന്ത് വൃത്തിയാന്ന് നോക്കി. ഈ പുല്ലൊക്കെ വെട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് റോഡൊക്കെ നോക്കി രക്ഷയിലിട്ടാ. നമ്മളെ ഒരു കുന്ന് കയറിക്കൊണ്ടിരിക്കുക. ഈ കുന്ന് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ മാൻമേഡാണ്, മനുഷ്യന്മാര് പണിയെടുത്തുണ്ടാക്കിയ സ്ഥലമാണ് ഈ കാണുന്നത്. എൻ്റെ പൊന്നു, അത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ കാണണ്ട, ഇത് ആൽമരമാണ്. അടിപൊളി അല്ലേ?
ഒരു കുന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ട് അവര് പാർക്ക് പോലെയൊക്കെ ആക്കി എടുത്തേക്കണ. നല്ല കാറ്റ്, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്. ഞാൻ ആലോചിക്കണേ ഈ ഏരിയ മൊത്തം കണ്ടോ, ഇതൊരു ഏരിയ എന്നറിയാവോ, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, എത്ര ജോലിക്കാർ വേണ്ടി വരും അല്ലേ. ഇത് കണ്ട, ഇത് ഫുള്ള് ഉണ്ടാക്കിയെടുത്താണ്ടോ ഈ കാണാൻ മൊത്തം പുല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത്. ഞാൻ ആലോചിക്കായിരുന്നേ ഫാമിലിയൊക്കെ ആയിട്ടേ ഇവിടെ വന്നിരിക്കുന്നതിനെ കുറിച്ച്. വൈകുന്നേരം ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളും ഭാര്യയും പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചേക്ക്. ഇത് രസമില്ല, നല്ല കാറ്റാണ് വീശിക്കണത്. ഇത് ആ ഭാഗത്ത് കടല, അവിടെ നിന്ന് കാറ്റ് വീശിക്കൊണ്ടിരിക്കുക. നമ്മളെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് മുമ്പിലൊരു വണ്ടി ഹോണ്ട സിറ്റിയാണ്. അതിനകത്ത് നോക്കിയപ്പോൾ ഇത് ഖത്തറിന്റെ നമ്പർ, അതിന്റെ മുകളിൽ ഒരു ഇന്ത്യൻ നമ്പർ ഇരിക്കും. നോക്കി, ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. MH ഒരു മഹാരാഷ്ട്രക്കാരനാണ്. അത് കൊള്ളാട്ടോ. അപ്പൊ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് ഖത്തറിന്റെ മെയിൻ ലൊക്കേഷനിലോട്ട് തന്നെ പോവാണ്. പോയിട്ട് ഫുഡ് കഴിക്കണം. റെഡ് സ്ട്രീറ്റ് ഇത് റെഡ് സ്ട്രീറ്റ് എന്നല്ലേ പറയുന്നത്. അതായത് നമ്മൾ സാധാരണ റെഡ് സ്ട്രീറ്റ് എന്ന് കേൾക്കുന്നത് വേറെ സംഭവമാണ്, പക്ഷെ ഇവിടുത്തെ റെഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇതാണ്. റോഡിന് ചുവന്ന പെയിന്റ് അടിച്ചിട്ടുണ്ട്, റെഡ് സ്ട്രീറ്റ് മാറിപ്പോരുത്, തെറ്റിദ്ധരിക്കരുത്. അപ്പൊ നമ്മള് റെഡ് സ്ട്രീറ്റ് കണ്ടില്ല, റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ റോഡ് ഉണ്ടെന്നുള്ളൂ. അതിന് കാരണം വെച്ചാൽ നേരെ കാണുന്ന പാർലമെന്റ് ആണ് ഇവിടുത്തെ. അപ്പം മന്ത്രിമാരും VIPs ഒക്കെ വരുമ്പോൾ നമ്മൾ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടല്ലേ മന്ത്രിമാരൊക്കെ സ്വീകരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു റെഡ് കളറിൽ റോഡ് ഉണ്ടാക്കിയിട്ട് റെഡ് കാർപ്പറ്റിന്റെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെന്നുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ടേ, നമ്മുടെ ഷാജി ഒരു ചാനലുണ്ട്, ഷാജി മൻഷാദ് ട്രാവൽ ആൻഡ് ടോക്സ് എന്നാണ്. ലിങ്ക് ഇതിന്റെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ഒന്ന് കയറി നോക്കണ്ട എല്ലാവരും. എന്ത് വീഡിയോ ഇടണം? ട്രാവൽ തന്നെയാണ്. ട്രാവൽ ചെയ്തിട്ട് ടോക്ക് ചെയ്യുന്ന. അതെ, ട്രാവൽ വീഡിയോ ഉണ്ട്, വ്ളോഗും ഉണ്ട്, പിന്നെ ചെറുതായിട്ട് മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ചിലർ കണ്ടിട്ടുണ്ടാവും. ഞാൻ മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ടുണ്ട് പുള്ളിക്കാരനെ കാണുന്ന തന്നെ ആദ്യമായിട്ട്. പിന്നെ ഇപ്പൊ ട്രാവലും കൂടി സ്റ്റാർട്ട് ചെയ്തല്ലേ? ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് കാലമായി, 63 രാജ്യങ്ങൾ. 63 രാജ്യം പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ റീസെന്റ് വീഡിയോ തുടങ്ങിയിട്ടുള്ളത്. എല്ലാരും കയറി നോക്കാം. നമ്മളെ അടുത്ത് വന്ന സ്ഥലം എവിടെയെന്ന് അറിയാമോ? ആ കാണുന്ന സ്റ്റേഡിയം കാണാൻ വേണ്ടിട്ട്. അതിന് കുറെ പ്രത്യേകത ഉണ്ട്. കണ്ട, ഇതാണ് 974 എന്ന് പറയുന്ന സ്റ്റേഡിയം. ഈ ഫിഫ വേൾഡ് കപ്പ് നടന്നില്ലേ, ആ സമയത്ത് പണിത സ്റ്റേഡിയമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറുകളില്ലേ, നമ്മുടെ കണ്ടെയ്നറുകൾ വെച്ചിട്ടാണ് ഈ സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 974 എന്ന് പറയുമ്പോൾ 974 കണ്ടെയ്നറുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയിരിക്കണത്. അതുകൊണ്ടായിരിക്കും ആ 974 ഈ സ്റ്റേഡിയത്തിന് വിളിക്കുന്നത്. അപ്പോൾ ആ ഫിഫ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വേറൊരു സംഭവം ഉള്ളത്, ഈ ഖത്തറിൻ്റെ കൺട്രി കോഡില്ലേ, ഫോൺ നമ്പർ വിളിക്കുമ്പോൾ ഉള്ള കൺട്രി കോഡില്ലേ, ഇപ്പം നമ്മുടെ 91 ആണല്ലോ, ഖത്തറിൻ്റെ 974 ആണ്. അപ്പോൾ അതും മാച്ചാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഇടക്ക് ഖത്തറിലെ ദോഹയിൽ വെച്ചിട്ട് നമ്മുടെ മലയാള സിനിമാ നടന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ചേർന്നിട്ട് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടില്ല, പിന്നെ ക്യാൻസലായിപ്പോയി. അത് നടക്കാനിരുന്നത് ഈ സ്റ്റേഡിയത്തിലാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റേഡിയം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതിപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയണേ. എനിക്ക് തോന്നുന്നു കുറച്ചാളും കൂടി കഴിയുമ്പോൾ ഈ സ്റ്റേഡിയം ഇവിടെ കാണാൻ സാധ്യതയില്ല. പൊളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ കണ്ടെയ്നറുകൾക്ക് ആഫ്രിക്കയിലോട്ട് കൊണ്ടുപോകുന്നു, അങ്ങനെ എന്തൊക്കെയോ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കണ്ട 974 വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റേഡിയമാണ് കാണുന്നത്. വേറൊരു രസമുണ്ട്, ഇവിടെ പല ഭാഷയിലാണ് ഇത് എഴുതിയേക്കണത്. അതിനകത്ത് ഹിന്ദി ഉണ്ട്, കണ്ട സ്വാഗതം എന്ന് എഴുതിയേക്കണമൊക്കെ, സ്വാഗത് ഹേ. കണ്ട, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സ്റ്റേഡിയം ഉണ്ട് അതേ കാണുന്നത്. ഇത് അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയമാണ്. കണ്ട, അപ്പോൾ നമ്മൾ ദോഹയിൽ നിന്ന് കുറേ ദൂരം അങ്ങ് പോവാണ്. അതായത് ഒരു അരമണിക്കൂർ യാത്ര ചെയ്തിട്ട് നമ്മളൊരു സംഭവം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ, വിശാലമായ റോഡാണ്. വഴിയിലൊന്നും അധികം വണ്ടികളൊന്നുമില്ല. നേരത്തെ കണ്ട പോലത്തെ അത്ര തിരക്കൊന്നും ഈ ഭാഗത്തില്ല. പിന്നെ റൈറ്റ് സൈഡൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നിറച്ച് വീടുകളാണ്. വീടെന്ന് പറഞ്ഞാൽ വീടല്ലത്, കൊട്ടാരം അങ്ങനത്തെ കിടിലം വീടുകൾ. ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന, ഇവിടുത്തെ ഖത്തറികളായിരിക്കും അല്ലേ, ഖത്തറികളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന കൊട്ടാരങ്ങൾ അങ്ങനെ പറയുന്ന കറക്റ്റ്. വീടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതിങ്ങനെ കുറേ കാണാം. ആ വണ്ടിയൊക്കെ പോണ പോക്ക് കണ്ട, ഇതേ 120 കിലോമീറ്റർ സ്പീഡിൽ പോകാം നമുക്ക്. ഇവിടെ ബോർഡുണ്ട് കേട്ടോ, 120 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വഴിയാണ്ട. ഇത് എക്സ്പ്രസ് ഹൈവേ ആണ്. ദുക്കാൻ എൻ്റെ പേര്, ദുക്കാൻ റോഡ്. അതൊക്കെ പോകണോക്കി നമ്മൾ പോകുന്നത് 120. അപ്പോൾ അത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകണം? നമ്മളെ മെയിൻ ഹൈവേ എന്നൊക്കെ മാറിയിട്ട് ചെറിയ വഴിയിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഈ ഖത്തറിൻ്റെ ഉൾപ്രദേശമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ കണ്ടത്. നോക്കി ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ മാപ്പൊക്കെ ഇട്ട് പോകണേ തറയല്ല. അപ്പോൾ എത്തും, കാണിച്ചു തരാം. ഷെയ്ഖ് ഫസൽ മ്യൂസിയം ആണ്. ഷെയ്ഖ് ഫസൽ മ്യൂസിയം അല്ലേ? ഫൈസൽ
അത് ഇതാണ് കണ്ട, ഷെയ്ഖ് ഫൈസൽ മ്യൂസിയം. ഇവിടെയൊക്കെ നിറച്ച് മയിലൊക്കെ. അമ്പോ അടിപൊളി. ഇത് കാട് പിടിച്ചിരിക്കുന്ന ഏരിയ പോലെ ഉണ്ട് കേട്ടോ. ഒരു ചെക്ക് പോസ്റ്റ് പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ട കോട്ടയില്ലേ, കോട്ടവാതില്. അപ്പൊ അവിടെ അവര് ചോദിച്ചു എവിടെ പോവാന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇവിടെ പണി നടക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് അലോ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അത് അടച്ചിട്ടേക്കാണ്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തോ എന്നിട്ട് തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ഫാം ഹൗസ് ആണ് അൽഫൈൽ ഷെയ്ഖ് ഫൈസൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്, ലീനിങ് മസ്ജിദ് എന്ന് പറഞ്ഞിട്ട്, ചെരിഞ്ഞ പള്ളി. ലീനിങ് ടവർ ഓഫ് പിസ കേട്ടില്ലേ, തുർക്കി ഇവിടുത്തെ മറ്റേ ഇറ്റലിയിലെ അതേമാതിരി ഒരു പള്ളിയാണ്. അത് കാണാൻ വേണ്ടി അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഖത്തറിലെ ഈ ഒരു അത്ഭുത നിർമ്മിതി കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ദോഹയിലെ ചെരിഞ്ഞ മസ്ജിദ്. പ്രശസ്തമായ ഇറ്റലിയിലെ പിസ ഗോപുരം ഉണ്ടല്ലോ, അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു മോസ്കിനോട് ചേർന്നുള്ള ഈ ഒരു മിനാരം നിൽക്കുന്നത്. 27 മീറ്റർ ഉയരമുള്ള ഈ ഒരു മിനാരം 20 ഡിഗ്രി ചെരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു മിനാരം മാത്രമല്ല, ഈ കാണുന്ന മോസ്കും 20 ഡിഗ്രി ചെരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അൽ ഷഹാനിയ സിറ്റിയിലെ ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽത്താനി മ്യൂസിയത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. മോസ്കിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇതിന്റെ വാസ്തുവിദ്യ രൂപകൽപ്പന. മിനാരവും ഈ മോസ്കും ചെരിഞ്ഞ നിലയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മോസ്കിന്റെ ചുവരുകൾ നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കല്ല് കൊണ്ടുവന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിന്റെ ജനാലകൾ അലങ്കരിച്ചിരിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഈജിപ്ഷ്യൻ പുരാതന ചെമ്പിൽ നിർമ്മിച്ച ഒരു താഴികക്കുടവും ചന്ദ്രക്കലയും ഈ ഒരു മോസ്കിന്റെ സവിശേഷതയാണ്. ഖത്തറിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ അൽ ഫൈസൽ ഫോൾഡിങ്ങിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽത്താനിയാണ് ഈ വാസ്തുവിദ്യ വിസ്മയത്തിന് പിന്നിൽ. പരമ്പരാഗത ഇസ്ലാമിക വാസ്തുവിദ്യയിലും ഖത്തറിന്റെ വാസ്തുവിദ്യ ചരിത്രവും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു നിർമ്മിതി നിർമ്മിച്ചിട്ടുള്ളത്. 2002 അവസാന ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ള ഈ ചെരിഞ്ഞ മോസ്കിന്റെ മിനാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 2 വർഷം എടുത്തു. അതുപോലെ ഈ ചെരിഞ്ഞ മിനാരത്തില് നൂതനമായിട്ടുള്ള സെൻസർ സാങ്കേതികവിദ്യയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ സൂചനകൾ എല്ലാ ദിവസവും ഫീഡ്ബാക്ക് ആയിട്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഒരു നിർമ്മിതി നിർമ്മിച്ചിട്ടുള്ളത്. ഈ സെൻസർ സാങ്കേതികവിദ്യ നൽകുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിരീക്ഷണവും അറ്റകുറ്റപ്പണികളും നടത്തുന്നത്. ഈ മിനാരത്തിന്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള വാതിലാണ് ഈ കാണുന്നത്. പക്ഷെ നിലവിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5:37. നോമ്പ് തുറക്കുന്നത് 5:44. യെസ്, നോമ്പ് തുറക്കാറായി. അപ്പോൾ ഓക്കെ, ഇവിടെ പറയുന്നതാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ എയർപോർട്ടിൽ പോകും. അപ്പോൾ അടുത്ത തവണ കാണാം. യൂട്യൂബ് ചാനലിൻ്റെ കാര്യം മറക്കണ്ട അല്ലേ? മറക്കണ്ട. അതെ, ഗ്ലാസ് തുറന്ന് നടക്കാണ്. അപ്പം നമ്മൾ നോമ്പ് തുറയും കഴിഞ്ഞിട്ട് ഇനി നേരെ എയർപോർട്ട്. നമ്മൾ ദോഹേനോട് മാത്രമല്ല ഖത്തറിനോട് വിട പറഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ഇനി വീണ്ടും വരും. അപ്പോൾ ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് കാണാം, എല്ലാവരും കാണാം. അപ്പോൾ ചെറിയൊരു ഷോർട്ട് വിസിറ്റ് മാത്രം 2 ദിവസം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നേരെ ഇനി എയർപോർട്ട്, ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ലേ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്, ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെയാണ് വന്ന് ഇറങ്ങിയത്. ഇത് താഴത്താണ് ഞാൻ അറിയുന്നുള്ളൂ അല്ലേ? താഴത്തല്ലേ വന്നത്? അറിയില്ല, താഴത്തല്ലേ? ഇത് ഡിപ്പാർച്ചറാണ്. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത തവണ എപ്പോഴും കാണാം. ബൈ. നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് കേട്ടോ വണ്ടി. അതിനകത്ത് ഫുഡൊന്നും കിട്ടില്ല, വെള്ളം കിട്ടും. ഞാൻ നേരെ ചെക്ക് ഇൻ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു. ഈ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സ്കാൻ ചെയ്ത് അകത്ത് പോകുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് നമ്മൾ സിംഗപ്പൂരൊക്കെ കണ്ടിട്ടില്ലേ? സിംഗപ്പൂരുണ്ട്, ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട്. ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. സീലോ പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതിൽ കൂടി പോയി. പക്ഷേ എൻ്റെ റീഡാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ മാനുവലായിട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് കൗണ്ടറിൽ ചെന്നു. അവിടെ പാസ്പോർട്ട് എന്തോ സീലൊന്നും അടിച്ചില്ല, ജസ്റ്റ് നോക്കി പൊക്കോളാൻ പറഞ്ഞ് ഗേറ്റ് ഓപ്പൺ ചെയ്തു, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇവിടെയും മറ്റേ ഇത് വരുന്നുണ്ട്, മീൻ സീലൊന്നും ഇല്ലാത്ത പരിപാടി, ഫുള്ള് ഡിജിറ്റൽ ആവാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ വന്ന സമയത്ത് എൻട്രി അടിച്ചപ്പോൾ അതിനകത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ച് പാസ്പോർട്ടിൽ സീൽ അടിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല.
അപ്പോൾ എന്തായാലും സെക്യൂരിറ്റിയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ ഗേറ്റ് B2 അങ്ങോട്ടാണ് നോക്കട്ടെ. നമ്മുടെ ഗേറ്റ് B2 ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പോകുന്നത്. എന്തായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. 9:50 നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുകയുള്ളൂ. 8:50 ആണ് ബോർഡിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ സമയം 7:20 ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ തിരിഞ്ഞ് നടന്ന എയർപോർട്ടൊക്കെ കണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ ചെന്ന് കയറാം. അപ്പോൾ ഖത്തറിൻ്റെ കാഴ്ചകൾ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ യാത്രകൾ, പുതിയ കാഴ്ചകൾ, പുതിയ രാജ്യം. ഖത്തറിൽ നമ്മൾ എന്തായാലും വീണ്ടും വരും. കാരണം മുഴുവനും സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു ഷോർട്ട് ട്രിപ്പ് മാത്രമായിരുന്നു. അതുകൊണ്ട് 2 എപ്പിസോഡിൽ മാത്രമാണ് നമ്മൾ ഒതുക്കിയത്. അപ്പോൾ വീണ്ടും വരുമെന്ന പ്രതീക്ഷയുമായി നമ്മൾ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. അടുത്ത കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. ബൈ.